ഹലോ, ഇന്ന് നമുക്കൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉഴുന്നുവടയുടെ റെസിപ്പി ആയാലോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഉഴുന്നുവട കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഫസ്റ്റ് തന്നെ സവാള കുഞ്ഞാക്കി അരിഞ്ഞത്, പിന്നെ നമ്മുടെ കറിവേപ്പില, പിന്നെ പച്ചമുളക്, ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ നമ്മുടെ ഇതില്ലേ കുരുമുളക്, അത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ പിന്നെ വേണ്ടത് നമുക്ക് ഉഴുന്ന് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഉഴുന്ന് ആവശ്യത്തിന് എടുത്തിട്ട് വെള്ളത്തിനകത്ത് കുതിർക്കാൻ വെക്കുക. എന്നിട്ട് നമ്മൾ പിന്നെ അതെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എടുത്തിട്ട് അതിനൊന്ന് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര വെണ്ണ പോലെ അരയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറിയതായിരുന്നു തന്നെ ഇങ്ങനെ നമ്മൾ അരച്ചെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ എടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിലേക്ക് ആഡ് ചെയ്യുക. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ അരിപ്പൊടി നമ്മുടെ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടണ അത്രയും അരിപ്പൊടി ആഡ് ചെയ്താൽ മതി കേട്ടോ. നമുക്കിങ്ങനെ തുളയിടാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നിൽക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ, കൂടിപ്പോയത്. എന്നിട്ട് നമ്മൾ കയ്യിലിങ്ങനെ വെള്ളമാക്കിയിട്ട് ഇതേപോലെ നമ്മൾ ഷേപ്പിലാക്കുക, തുളയിട്ടിട്ട് എണ്ണയിലിടുക കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഉഴുന്നുവട കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിൻ്റെ കൂടെ ഒരു തേങ്ങാ ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയാണ് കേട്ടോ. മാവ് ഉണ്ടാക്കി അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഉഴുന്ന് അരച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ നമുക്ക് ഇത്ര ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. അത് കാണാൻ മാത്രമല്ല ടേസ്റ്റും നല്ലതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീണ്ടും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.